ഹലോ ഓൾ, എൻ്റെ പേര് ഫാരിഹ. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ ഡോപ്പയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years ആയി. അതായത് ഡോപ്പ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ശേഷം ഞാൻ മെൻറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാൻ മതിയോ. അപ്പം ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഡോപ്പ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസിന് പഠിക്കുമ്പം എപ്പോഴും വിചാരിക്കും നമ്മൾ പാസ് ചെയ്യുന്ന ഫേസിലൂടെ പോയിട്ടുള്ള ഏതെങ്കിലും ഇപ്പം ഡോക്ടറായി കഴിഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് നമുക്ക് സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ നിങ്ങൾ പാസ് ചെയ്ത സെയിം ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ഒരു മെൻറ്ററെ കിട്ടുക എന്നുള്ളതാണ് ഡോപ്പിൻ്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. ഇനി നിങ്ങളുടെ മുമ്പിൽ 22 days ആണുള്ളത്. അപ്പോൾ ആ ഒരു 22 days നിങ്ങൾ കഷ്ടപ്പെടാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു മിനിറ്റ് പോലും നിങ്ങൾ വെറുതെ കളയുന്നില്ല എന്ന് വിചാരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ July 17th ആ ഡേ നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ആവട്ടെ, അപ്പം എയിംസ് എയിം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ജിഗ്മർ എയിം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവിടെ നിങ്ങൾ പഠിക്കുന്നതായിട്ട് ആലോചിക്കാം. ഈ ഒരു 22 days മാത്രം കഷ്ടപ്പെട്ടാൽ മതി. അപ്പം അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പം അത് മാത്രം ഫോക്കസ് ചെയ്യുക. ടെൻഷനൊക്കെ എല്ലാവരും മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കിട്ടുന്ന ടൈം പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. കുറേ പേർക്ക് ഫിസിക്സ് ഭയങ്കര ടഫായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തീരെ ആൻസർ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഹോപ്പ് കൈവിടാതെ നോക്കുക. നിങ്ങൾ പഠിച്ച ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള ആ കോൺഫിഡൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കും. അപ്പം അതിനുള്ള ആ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്യുക. പിന്നെ ചിലവർ അതുപോലെ തന്നെ ഓർഗാനിക് എത്രയോ പഠിച്ചിട്ടും കഷ്ടപ്പെട്ട് ഒരു എത്ര ഡേയ്സ് ഓർഗാനിക്കിന് മാത്രമായി മാറ്റി വെച്ചിട്ടും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ ഹോപ്പ് കൈവിടാതെ നിൽക്കുക. നിങ്ങൾ പഠിച്ച സംഭവം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടും. യു ആർ കേപ്പബിൾ ഫോർ ദാറ്റ്. അപ്പം എല്ലാവരും മാക്സിമം ട്രൈ ആക്കുക. യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്.